നമസ്കാരം. N4 ന്യൂസിന്റെ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചാലക്കുടിയിൽ വൻ തീപിടുത്തം. ചാലക്കുടി നോർത്ത് ജംഗ്ഷനിലുള്ള ഊക്കൻസ് പെയിന്റ് ഹാർഡ്വെയർ ഷോപ്പിനാണ് തീപിടിച്ചത്. സെൽഫി എടുക്കുന്നതിനിടെ ഒഴുക്കുള്ള മെയിൻ കനാലിൽ വീണ ഐഫോൺ മുങ്ങിയെടുത്ത് ഫയർഫോഴ്സ്. മലയോരത്തെ ചൊക്കന നായാട്ടുകുണ്ട് പ്രദേശത്തും കാരിക്കടവ് ആദിവാസി നഗറിലും 11 kV ലൈനിലേക്ക് മരം വീണതിനെ തുടർന്ന് വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജലഹരി കേസിൽ കുടുക്കിയ സംഭവത്തിൽ മുംബൈയിൽ പിടിയിലായ യുവതിയെ നാട്ടിലെത്തിച്ചു. മാപ്രാണം വാതിൽമാടം കോളനിയിൽ കനത്ത മഴയിൽ വീടുകളിൽ വെള്ളം കയറി. തൃക്കൂരിൽ വീട്ടുവാടക ചോദിച്ചതിന് ആക്രമണം. പ്രതിയെ പുതുക്കാട് പോലീസ് പിടികൂടി. വിശദമായ വാർത്തയിലേക്ക്. ചാലക്കുടിയിൽ വൻ തീപിടുത്തം. ചാലക്കുടി നോർത്ത് ജംഗ്ഷനിലുള്ള ഊക്കൻസ് പെയിന്റ് ഹാർഡ്വെയർ ഷോപ്പിനാണ് തീപിടിച്ചത്. രാവിലെ 8:30 തീപിടുത്തമുണ്ടായത്. പെയിന്റ് സൂക്ഷിച്ച ഭാഗത്ത് നിന്നാണ് തീ പടർന്നതെന്നാണ് വിവരം. ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. 3 നില കെട്ടിടത്തിൽ പ്ലൈവുഡ്, കർട്ടൻ എന്നിവയുമായി ബന്ധപ്പെട്ട് കടകളുമുണ്ട്. അഗ്നിശമന സേനയും മറ്റും സ്ഥലത്തെത്തി തീ അണയ്ക്കാനുള്ള ശ്രമം ആരംഭിച്ചു. കടയുടെ തൊട്ടടുത്തുള്ള ഗ്യാസ് ഗോഡൌണിൽ നിന്നും ഗ്യാസ് നീക്കുകയാണ്. ജില്ലകളിലെ കൂടുതൽ അഗ്നിശമന സേനകളിൽ നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റുകളെത്താൻ ചാലക്കുടിയിൽ നിന്ന് അടിയന്തര സന്ദേശം നൽകിയിട്ടുണ്ട്. തൃശൂർ, പുതുക്കാട്, മാള, ചാലക്കുടി, ഇരിങ്ങാലക്കുട എന്നിവിടങ്ങളിൽ നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റുകൾ രക്ഷാപ്രവർത്തനത്തിന് എത്തിയിട്ടുണ്ട്. സെൽഫി എടുക്കുന്നതിനിടെ ഒഴുക്കുള്ള മെയിൻ കനാലിൽ വീണ ഐഫോൺ മുങ്ങിയെടുത്ത് ഫയർഫോഴ്സ്. സെൽഫി എടുക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ ഇറിഗേഷൻ കനാലിൽ വീണ 1.25 ലക്ഷം രൂപ വില വരുന്ന പുതിയ മൊബൈൽ ഫോൺ ഫയർഫോഴ്സ് മുങ്ങിയെടുത്ത് ഉടമയ്ക്ക് നൽകി. ചേർപ്പ് സ്വദേശി EP കൃഷ്ണയുടെ മൊബൈൽ ഫോണാണ് ഫയർഫോഴ്സ് ടീം മുങ്ങിയെടുത്തത്. കേടുപാട് കൂടാതെ ഉടമയ്ക്ക് തിരികെ നൽകിയത് 1,20,000 രൂപ വില വരുന്ന ഐഫോൺ. ശനിയാഴ്ചയാണ് കൃഷ്ണ വാങ്ങിയത്. സെൽഫി എടുക്കുന്നതിനിടയിൽ മൊബൈൽ മനക്കുടി പുള്ള് ഇറിഗേഷൻ കനാലിൽ വീഴുകയായിരുന്നു. 2 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഫയർഫോഴ്സ് ടീം വെള്ളത്തിനടിയിൽ നിന്ന് മൊബൈൽ ഫോൺ കണ്ടെടുത്ത് ഉടമയ്ക്ക് നൽകിയത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരായ PK പ്രജീഷ്, S അനിൽജിത്ത്, ഷാജൻ, വാർഡംഗം K രാകേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മലയോരത്തെ ചൊക്കന നായാട്ടുകുണ്ട് പ്രദേശത്തും കാരിക്കടവ് ആദിവാസി നഗറിലും 11 kV ലൈനിലേക്ക് മരം വീണതിനെ തുടർന്ന് വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. വെള്ളിക്കുളങ്ങര ചൊക്കന റോഡിലെ പത്തരക്കുണ്ടിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ വൻമരം റോഡിലേക്കും ഇലക്ട്രിക് ലൈനിലേക്കും വീണത്. ഇതേ തുടർന്ന് 11 kV ലൈനിലെ കമ്പികൾ പൊട്ടിവീണു. സ്വകാര്യ പറമ്പിലെ മരമാണ് റോഡിലേക്ക് വീണത്. പത്തരക്കുണ്ട് മുതൽ നായാട്ടുകുണ്ട് പ്ലാവിൻ കയറ്റം വരെ റോഡിന് ഇരുവശത്തുമായി നിരവധി മരങ്ങളാണ് അപകടകരമായ നിലയിൽ ഏതു സമയവും 11 kV ലൈനിലേക്ക് വീഴാറായി നിൽക്കുന്നത്. അപകടാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കളക്ടർ അടക്കമുള്ളവർക്ക് പരാതി നൽകിയിട്ടും നടപടിയുണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. കാട്ടാന ശല്യമുള്ള ചൊക്കന, കാരിക്കടവ് പ്രദേശങ്ങളിലേക്കുള്ള വൈദ്യുതി ലൈൻ കേബിൾ ലൈനാക്കി മാറ്റണമെന്ന ആവശ്യവും പരിഗണിക്കപ്പെടാതെ കിടക്കുകയാണ്. വെള്ളിക്കുളങ്ങര ചൊക്കന 11 kV ലൈനിൽ തടസ്സമുണ്ടായാൽ മുപ്ലിയിൽ നിന്ന് ചൊക്കനയിലേക്ക് വൈദ്യുതി എത്തിക്കാൻ സംവിധാനം നിലവിലുണ്ടെങ്കിലും ഇതും ഫലപ്രദമായി നടപ്പാക്കപ്പെടുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി.
ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജ ലഹരി കേസിൽ കുടുക്കിയ സംഭവത്തിൽ മുംബൈയിൽ പിടിയിലായ യുവതിയെ നാട്ടിലെത്തിച്ചു. ഷീല സണ്ണിയുടെ മരുമകളുടെ സഹോദരിയായ ലിവിയ ജോസിനെയാണ് ഇന്ന് പുലർച്ചെ കൊടുങ്ങല്ലൂരിലെത്തിച്ച് ചോദ്യം ചെയ്യുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തലവനായ കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി.കെ. രാജുവിന്റെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ. കഴിഞ്ഞ ദിവസം ദുബായിൽ നിന്ന് മുംബൈയിൽ വിമാനമിറങ്ങിയപ്പോഴാണ് ലിവിയ ജോസ് പിടിയിലാകുന്നത്. തുടർന്ന് ഇന്ന് പുലർച്ചെ നെടുമ്പാശ്ശേരിയിൽ എത്തിച്ച ശേഷം കൊടുങ്ങല്ലൂരിൽ എത്തിക്കുകയായിരുന്നു. നിലവിൽ ലിവിയയെ അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്യുകയാണ്. ഷീല സണ്ണിയെ ലഹരി കേസിൽ കൊടുക്കാനുള്ള കാരണം മറ്റാരെങ്കിലും ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം ചോദിച്ചറിയും. ബംഗളൂരുവിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജോലിക്കാരിയായിരുന്നു ലിവിയ. വ്യാജ ലഹരി കേസിൽ പോലീസ് ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചതിനെ തുടർന്ന് ലിവിയ ദുബായിലേക്ക് കടക്കുകയായിരുന്നു. ഷീല സണ്ണിയുടെ സ്കൂട്ടറിൽ വ്യാജ LST സ്റ്റാമ്പ് വച്ചത് ലിവിയ ജോസ് ആണെന്ന് കേസിൽ അറസ്റ്റിലായ ഒന്നാം പ്രതി നാരായണദാസ് നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. പിന്നാലെയാണ് ലിവിയയെ പ്രതി ചേർത്തത്. നാരായണദാസും ലിവിയയും സുഹൃത്തുക്കളായിരുന്നു. പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലും ലിവിയയുടെ പേരുണ്ട്. ഇതിനിടെയാണ് ലിവിയ ദുബായിലേക്ക് കടന്നത്. 2023 ഫെബ്രുവരി 27 ലഹരിമരുന്ന് കൈവശം വച്ചതിന് ഷീല സണ്ണിയെ എക്സൈസ് സംഘം പിടികൂടിയത്. ഫോൺ കോളിലൂടെ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ്. എന്നാൽ വ്യാജ LST സ്റ്റാമ്പുകളാണ് പിടികൂടിയതെന്ന് പിന്നീട് ശാസ്ത്രീയ പരിശോധനയിൽ തെളിഞ്ഞു. ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ 72 ദിവസമാണ് ഷീല സണ്ണി ജയിലിൽ കഴിഞ്ഞത്. മാപ്രാണം വാതിൽമാടം കോളനിയിൽ കനത്ത മഴയിൽ വീടുകളിൽ വെള്ളം കയറി. പ്രതിഷേധ സമരം നടത്താനെത്തിയ CPM പ്രവർത്തകരും പ്രദേശവാസികളുമായി പ്രദേശത്ത് വാക്കുതർക്കമുണ്ടായി. മഴക്കാലം ആരംഭിച്ചാൽ കുന്നിടിച്ചിൽ ഭീഷണിയും വെള്ളം കയറൽ ദുരിതവുമായി കാലങ്ങളായി മാപ്രാണം വാതിൽമാടം പ്രദേശം ദുരവസ്ഥയിലാണ്. കോളനിയിലൂടെ കടന്നുപോകുന്ന കാനയിൽ തടസ്സങ്ങൾ നേരിടുന്നതിനെ തുടർന്നാണ് ഇവിടെ വീടുകളിൽ വെള്ളക്കെട്ട് ഭീഷണിയിലായത്. UDF ഭരണസമിതിക്ക് നിരന്തരം പരാതികൾ നൽകിയിട്ടും യാതൊരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ലെന്ന് വാർഡ് കൗൺസിലർ ലേഖ ഷാജൻ പറയുന്നു. കഴിഞ്ഞ ദിവസം ഇവിടെ CPM പ്രതിഷേധ സമരം സംഘടിപ്പിച്ചിരുന്നു. ഞായറാഴ്ച രാവിലെ വീണ്ടും സമരം നടത്താനെത്തിയ പ്രവർത്തകരോട് പ്രദേശവാസികളായ ചിലർ വിഷയത്തിൽ രാഷ്ട്രീയം ആവശ്യമില്ലെന്ന് പറഞ്ഞ് എതിർക്കുകയായിരുന്നു. എന്നാൽ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടുന്ന നഗരസഭാ ഭരണത്തോടുള്ള പ്രതിഷേധമാണ് നടത്തുന്നതെന്ന നിലപാടിൽ CPM പ്രവർത്തകർ ഉറച്ചു നിൽക്കുകയും സമരം നടത്തുകയും ചെയ്തു. ലോക്കൽ സെക്രട്ടറി RL ജീവൻലാൽ സമരം ഉദ്ഘാടനം ചെയ്തു. കൗൺസിലർമാരായ CC ഷിബിൻ, CM സാനി, MS സഞ്ജയ് തുടങ്ങിയവർ നേതൃത്വം നൽകി. തൃക്കൂരിൽ വീട്ടുവാടക ചോദിച്ചതിന് ആക്രമണം. പ്രതിയെ പുതുക്കാട് പോലീസ് പിടികൂടി. തൃക്കൂർ ഭരത ചെമ്പങ്കണ്ടത്ത് സ്ഥലം ലീസിന് എടുത്ത് കോഴിഫാം നടത്തുന്ന ചാലക്കുടി കാഞ്ഞിരപ്പള്ളി സ്വദേശി മുണ്ടോളി വീട്ടിൽ ബിജുവിനെയാണ് ഫാമിനകത്തുള്ള വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന കൊടകര കാവുന്തറ സ്വദേശി ചിത്തക്കുടം വീട്ടിൽ രമേശ് കത്തികൊണ്ട് ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ബിജു തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്രതിയെ ഒല്ലൂർ പോലീസ് ഇൻസ്പെക്ടറുടെ സഹായത്തോടെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. പുതുക്കാട് പോലീസ് ഇൻസ്പെക്ടർ മഹേന്ദ്ര സിംഹൻ, സബ് ഇൻസ്പെക്ടർമാരായ ലാലു, ലിയാസ്, ലിജു, CPOമാരായ ദീപക്, ബേസിൽ, ഡേവിഡ്, നിതീഷ്, അരുൺ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉള്ളത്. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 15 രൂപ കുറഞ്ഞു. ഗ്രാമിന് 9305 രൂപ, പവന് 74,440 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചാലക്കുടിയിൽ വൻ തീപിടുത്തം. ചാലക്കുടി നോർത്ത് ജംഗ്ഷനിലുള്ള ഊക്കൻസ് പെയിന്റ് ഹാർഡ്വെയർ ഷോപ്പിനാണ് തീ പിടിച്ചത്. സെൽഫി എടുക്കുന്നതിനിടെ ഒഴുക്കുള്ള മെയിൻ കനാലിൽ വീണ ഐഫോൺ മുങ്ങിയെടുത്ത് ഫയർഫോഴ്സ്. മലയോരത്തെ ചൊക്കന നായാട്ടുകുണ്ട് പ്രദേശത്തും കാരിക്കടവ് ആദിവാസി നഗറിലും 11 kV ലൈനിലേക്ക് മരം വീണതിനെ തുടർന്ന് വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജലഹരി കേസിൽ കുടുക്കിയ സംഭവത്തിൽ മുംബൈയിൽ പിടിയിലായ യുവതിയെ നാട്ടിലെത്തിച്ചു. മാപ്രാണം വാതിൽമാടം കോളനിയിൽ കനത്ത മഴയിൽ വീടുകളിൽ വെള്ളം കയറി. തൃക്കൂരിൽ വീട്ടുവാടക ചോദിച്ചതിന് ആക്രമണം. പ്രതിയെ പുതുക്കാട് പോലീസ് പിടികൂടി. ഇതോടെ ഇന്നത്തെ ഉച്ചവാർത്തകൾ പൂർണ്ണമാകുന്നു. ഈ വാർത്തയുടെ പുനർസംപ്രേക്ഷണം വൈകിട്ട് 3-നും 4:30-നും 6:30-നും ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.